ബിസ്മില്ല. എൻ്റെ നേറ്റീവ് ട്രിവാൻഡ്രമാണ്. അപ്പോൾ എൻ്റെ ഇളയ മകനാണ്. പുള്ളിക്കാരൻ ജനിച്ച ടൈമിൽ അവനൊരു ക്ലെഫ്റ്റ് ലിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫർദർ പ്രൊസീജിയറിന് ആവശ്യമായിട്ട് നമ്മൾ ഒരുപാട് ഹോസ്പിറ്റലും എല്ലാം നമ്മൾ സെർച്ച് ചെയ്തു. അപ്പോൾ പലയിടത്ത് സമീപിച്ചപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ, അതായത് കുട്ടി ജനിച്ച ഹോസ്പിറ്റലിൽ തന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് 10 kg ആയാലും ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബാക്കി ഫർദർ പ്രൊസീജിയറിനായിട്ട് ഒരുപാട് ക്ലിനിക്കിലും ഒരുപാട് ഡോക്ടേഴ്സിനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ ഒരു പേര് കേട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. അപ്പോൾ അവിടെ തിരക്കിയപ്പോൾ കുട്ടിക്ക് ഇത് ചെയ്യണമെങ്കിൽ ഒരു 6 months ആവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ 6 months നമ്മൾ തിരക്കിയപ്പോൾ 6 months നമ്മൾ എല്ലാം രജിസ്റ്റർ ചെയ്താലും കുട്ടിക്ക് ഒരു വയസ്സാകുമ്പോഴേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം നോർമലി അത് 1 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ കുട്ടി സംസാരിച്ചും തുടങ്ങും, പിന്നെ പല്ലൊക്കെ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചെയ്യാനായിട്ട് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു 1 വയസ്സിന് മുന്നേ ചെയ്യുവാണെങ്കിൽ ഇത്ര എമൗണ്ട് ആവും, അതുമാത്രമല്ല ഒരുപാട് പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നൊരു ഇതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റലിൽ എത്തിപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന വഴിക്ക് ഒരു കുട്ടി ഇതുപോലെ കാണാനിടയായി. അപ്പോൾ ആ കുട്ടിയുടെ പേരൻറ്റിന് മെസ്സേജ് അയച്ചപ്പോൾ അവരാണ് പറഞ്ഞത് ഇന്ന ഹോസ്പിറ്റലാണ് അവർ കാണിക്കുന്നതെന്നും ആ ഒരു ഇതാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്തത്. അപ്പോൾ അറ്റ് ലാസ്റ്റ് നമ്മൾ ഇപ്പോൾ സ്മൈൽ ഫേസ് എന്ന് പറയുന്ന ഒരു ന്യൂ ഫേസ് എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പത്തനംതിട്ട സെൻറ് തോമസ് ഹോസ്പിറ്റലിൽ വരികയും നമ്മുടെ നിന്ന് യാതൊരു എമൗണ്ടും വാങ്ങാതെ എല്ലാം പറഞ്ഞ ഡേറ്റിൽ തന്നെ എല്ലാം ക്ലിയറായിട്ട് അവർ ചെയ്തു തന്നു. അപ്പോൾ എന്തായാലും എനിക്ക് വളരെയധികം കടപ്പാടുണ്ട് ഇവിടുത്തെ ഡോക്ടർമാരോടും ബാക്കി നഴ്സുമാരോടും എല്ലാവരോടും. നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് ഇവിടുത്തെ നമ്പർ നിങ്ങൾക്ക് ഗൂഗിളിൽ ചെയ്താൽ കിട്ടും. അതിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുകയും ഇവിടെ തന്നെ ബാക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. വേറെ എങ്ങും പോയി ദയവ് ചെയ്ത് പറ്റിക്കപ്പെടാതിരിക്കുക. എനിക്ക് അത്ര മാത്രമേ പറയാൻ